ആര്യ, ഈ നമ്മുടെ കൊച്ചു കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ചോദ്യം, അത് വാഴ ടൂവിലെ ആ ഒരു ചോദ്യമാണ്, ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ചോദ്യമാണ് ഇന്ന് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്തൊക്കെയാണ് നമുക്ക് മുന്നിലേക്ക് ഇങ്ങനെ വരുന്നത്, വാർത്തകളായി എത്തുന്നു. കാരണം ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത് കേരളമാണോ അല്ലെങ്കിൽ ഇത് നമ്മുടെ നാടാണോ എന്ന് പോലും സംശയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് അല്ലേ. കൊച്ചു കുഞ്ഞുങ്ങൾ പോലും പ്രതികളാകുന്ന, അതും കൊലപാതകം, അരുംകൊല, അത് കേരളത്തിൽ എത്രത്തോളം ഞെട്ടിച്ചിട്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതല്ല. നമ്മുടെ ഒരു കൊച്ചു കുഞ്ഞുങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? പക്ഷേ യാഥാർത്ഥ്യം അതാണ് അല്ലേ. ആ ഒരു അന്വേഷണം ഇങ്ങനെ നീളുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകാൻ സുധീഷ് ഗോപാൽ തയ്യാറായി നിൽക്കുകയാണ്. ആലപ്പുഴ കരുവാറ്റയിലെ വയോധികന്റെ കൊലപാതക കേസിൽ 3 കുറ്റാരോപിതരെയും മുതിർന്നവരായി പരിഗണിച്ച് വിചാരണ നടത്തണമെന്ന പോലീസിന്റെ ആവശ്യം ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഇന്ന് പരിഗണിക്കാൻ സാധ്യത. കുറ്റകൃത്യത്തിന്റെ ഗൗരവവും കണക്കിലെടുത്ത് ഒരു തരത്തിലുള്ള ഇളവും നൽകരുതെന്നാണ് പോലീസിന്റെ ആവശ്യം. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തും. ബോഡി സ്പ്രേ അടക്കം കണ്ടെടുത്ത് തൊണ്ടിമുതലാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനവും. ഡിജിറ്റൽ തെളിവുകൾ ശക്തമാക്കാൻ കൗമാര സംഘത്തിന്റെ ഫോണും ഇന്ന് സൈബർ സെല്ലിനെ കൈമാറും. സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, ഗുഡ് മോർണിംഗ്. വലിയ ആശങ്കപ്പെടുത്തുന്ന വാർത്ത, ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായിട്ടാണ് കേരളം ഇത് ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ കുഞ്ഞുങ്ങൾ എങ്ങനെ ഇതൊക്കെ ചെയ്തു, നമുക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഈ നാട് എങ്ങനെയാണ് ഇങ്ങനെയായി മാറിയത് എന്ന് നമുക്ക് അതിശയിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. അവിടെയാണ് പോലീസിന്റെ ശക്തമായ ഇടപെടൽ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. എങ്ങനെയാണ് പോലീസിന്റെ തുടർ നീക്കങ്ങൾ? KP ആര്യശ്രീ, നമുക്കറിയാം അതിക്രൂരമായാണ് ഒരു 65 വയസ്സുള്ള ശിവൻകുട്ടി എന്ന വ്യക്തിയെ, വയോധികനെ, ഈ 13 വയസ്സുള്ള പെൺകുട്ടിയുടെ, ബന്ധുവായ പെൺകുട്ടിയുടെ ആസൂത്രണത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3 17കാർ ചേർന്ന് കൊലപ്പെടുത്തുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് ഏറ്റവും പ്രധാനമായും ജുവനൈൽ ജസ്റ്റിസ് ബോർഡിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ കൊലപാതകത്തിൻ്റെ, അതിലെ ആസൂത്രണത്തിലെയും അതോടൊപ്പം തന്നെ ക്രൂരമായ കൊലപാതകം എന്നീ കാരണങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഇത് മുതിർന്നവരുടെ ഒരു കൊലപാതകം എന്ന നിലയിൽ തന്നെ ഈ കേസ് പരിഗണിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരം 15A പ്രകാരം അത്തരത്തിൽ കൈകാര്യം ചെയ്യാം. 16 വയസ്സിന് മുകളിലുള്ളവർ ചെയ്യുന്ന അതിക്രൂരമായ കൃത്യങ്ങളിൽ ഇത്തരത്തിൽ അത് മുതിർന്നവരുടെ കുറ്റമായി കണ്ടു തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന ഒരു വകുപ്പുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പരിഗണന നൽകി അതീവ ഗൗരവത്തോടെ ഈ കേസിനെ കാണണം. ഒരു തരത്തിലുള്ള ഇളവും ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 3 പേർക്കും നൽകരുത് എന്ന ആവശ്യമാണ് പോലീസ് ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് പോലീസ് ഈ പ്രതികളെ കസ്റ്റഡിയിൽ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷയും കൈമാറും. അതിൻ്റെ അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിൽ ലഭിച്ചാൽ ഇവരെ വിശദമായ തെളിവെടുപ്പ് നടത്താനാണ് പോലീസിൻ്റെ തീരുമാനം. അത്തരത്തിൽ വിരലടയാളം അടക്കമുള്ള തെളിവുകൾ കൂടുതൽ ശേഖരിക്കുക. അതോടൊപ്പം തന്നെ ഈ വീട്ടിൽ നിന്നും പണവും സ്വർണവും മാത്രമല്ല, കണ്ടതെല്ലാം, അതായത് ബോഡി സ്പ്രേ അടക്കമുള്ള പെർഫ്യൂമുകൾ വരെ ഈ കൗമാര മോഷ്ടാക്കളിലെ കൊലയാളികൾ കവർന്നുകൊണ്ടുപോയി എന്നതാണ് പോലീസ് കണ്ടെത്തൽ. അവയെല്ലാം വീണ്ടെടുത്ത് തൊണ്ടിമുതലാക്കിക്കൊണ്ട് കേസിൻ്റെ മുന്നോട്ടുള്ള നീക്കങ്ങൾ വിചാരണ വേളയിലും മറ്റും കൃത്യമായും ഇവർ കുറ്റം ചെയ്തു എന്നതിൻ്റെ തെളിവുകൾ പരമാവധി ശേഖരിക്കുകയും അത് സമർപ്പിക്കുകയും ചെയ്യാനുള്ള ഒരു നീക്കമാണ് അന്വേഷണം ഘടിപ്പിച്ചിരിക്കുകയാണ് പോലീസ്. കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് കുറ്റക്കാർക്ക് കൃത്യമായ ശിക്ഷ ഉറപ്പുവരുത്താനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചു കഴിഞ്ഞു.